വൈസ് 6, 7, 8, 9, 10 ക്ലാസ്സുകളിലെ കുട്ടികളുടെ പ്രതിനിധികളുമാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവർക്കാണ് അച്ഛൻ ക്ലാസ്സാണ്. ശ്രമിക്കാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. യെസ് എഴുതിയില്ല. നല്ല കൈ കൊടുക്കാം. അവിടെ റെഡിയായിട്ട് അവിടെ ആരെങ്കിലും റെഡിയായിട്ടുണ്ടോ? യെസ് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഓക്കെ അഗസ്റ്റിനാണോ? ഓക്കെ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ എങ്ങനെയാണോ? ഓക്കെ നവീന കൈപോക്കടി. റോമരിയ, ഗ്രീസ്, എൻട്രിയ, അലീജ, അന്ന, നീരൽ, യൂജിൻ, റിനിലൻ, റോഷൻ, എഡ്വിൻ, മാനുവൽ, ഡാനിയൽ. ഒന്ന് കഴിഞ്ഞു. രണ്ടാമത്തെ ക്ലാസ്. പിന്നെ മൂന്നാമത് ഞാൻ കുർബാന എല്ലാം വേണ്ടി പോയി. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും സീരിയസ് ആയിട്ട് നോക്കിയിരിക്കുക. ഞാൻ വെച്ചാൽ ഞാൻ സൂര്യാകാശത്ത് നിന്ന് വന്ന ഏതൊരു വിഷയത്തോട് നോക്കുന്നു. ഇങ്ങനെ നോക്കിയിരിക്കുക. ഞാൻ പറഞ്ഞ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്, അത് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ കുർബാന കയറാൻ വേണ്ടി തീക്ഷ്ണതയോട് നിൽക്കുമ്പോഴല്ലോ കുർബാന സീരിയസ് ആയിട്ട് ഞങ്ങൾക്കൊന്ന് മയത്തി നോക്കാവോ എന്ന് ചോദിച്ചു. ആദ്യം എന്നെ ഇങ്ങനെ സീരിയസ് ആയിട്ട് നോക്കരുത്, എന്നെ ഒന്ന് മയത്തിൽ നോക്കാവോ എന്ന് ചോദിച്ചു. ആ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇപ്പം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് നോക്കിയേ, മുഖത്തെ എക്സ്പ്രഷൻ എന്നോട് നോക്കിയേ, മുഖത്ത് അങ്ങോട്ടും നോക്ക്. ഒന്ന് നോക്കിയേ. ഉച്ച വരെ എങ്ങനെയൊക്കെ വേദാളത്തിന് പോയി. ഉച്ച കഴിഞ്ഞ് വീണ്ടും വിളിച്ച് ചേർത്തിരിക്കുന്നു. പിന്നെ തലശ്ശേരി ഏതോ ഒരിക്കലും വന്നിട്ട് അല്ലെ ഏതൊരു അച്ഛൻ വന്നിട്ട് ആദ്യം ഗ്രൂപ്പ് ചെയ്യാൻ പറയുന്നത് പരിചയപ്പെടാൻ വേണ്ടി പറയുന്നു. അങ്ങനെ നിർത്തുകയാണ് അല്ലേ? ഡോണേ ദേഷ്യം ഉണ്ടാവോ? ഉണ്ടാവോ? സത്യം പറ, തുറന്നു പറ. ദേഷ്യം ഉണ്ടാവും മനസ്സിൽ നിന്ന് ചോദിക്കേ. അതെനിക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം പറയാൻ ആദ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യം ഇങ്ങനെ തിരിച്ചടി നോക്കി തിരിച്ച് മുഖത്തോട് നോക്കി തിരിച്ച് അതുകൊണ്ട് അവർക്ക് തന്നെ നാണം വരുന്നു. യെസ് റോഷ നീ നോക്കി തിരിച്ചടാ നോക്കിയിട്ട്. നിങ്ങൾക്കെല്ലാം ഗ്ലാമറല്ലേ? നീ ആ മുമ്പിൽ നിൽക്കണം നോക്കി തിരിച്ച്, അവിടെ നോക്കി തിരിച്ച് മുമ്പിൽ നിൽക്കുന്ന വൈകി നോക്കിയിട്ട്. യെസ് ഇപ്പൊ നമുക്ക് ചെറിയൊരു നാണക്കൊന്നുമില്ല. നമുക്ക് നോക്കി തിരിച്ച്. സിസ്റ്റർ പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് നമ്മുടെ പിള്ളേർ ചിരിക്കാൻ മറന്നു പോകുന്നു. എന്നാ ചെയ്യാൻ മറന്നു പോകുന്നത്? ചിരിക്കാൻ മറന്നു പോകുന്നു. നേരെ ഓക്കെ, ചിരിക്കാൻ മറന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ